IV ശശി റാണി ചന്ദ്രയോട് തനിക്ക് പ്രണയമുണ്ടായിരുന്നുവെന്ന് പിന്നീട് തുറന്നു പറഞ്ഞതായ റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം വിവാഹ അഭ്യർത്ഥനയും നടത്തിയിരുന്നു. പക്ഷെ റാണി അത് നിരസിച്ചു. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് കഥ വീണ്ടും കൗതുകകരമാവുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം റാണി ശശിയോട് പറഞ്ഞത് ഏകദേശം ഇങ്ങനെയായിരുന്നു: നീ ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ള ആളാണ്. താൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തടസ്സമാകാൻ ആഗ്രഹിച്ചില്ലെന്നായിരുന്നു പിന്നീട് പറയപ്പെട്ട വിശദീകരണം. അവളുടെ കുടുംബ ബാധ്യതകൾ, സിനിമയിലെ സ്വന്തം പോരാട്ടങ്ങൾ, ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ ഇവയെല്ലാം അവളുടെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് പ്രണയകഥയാണോ, ത്യാഗത്തിന്റെ കഥയാണോ, അതോ അന്നത്തെ ഒരു യുവതിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തിപരമായ തീരുമാനമാണോ? നമുക്ക് ഉറപ്പായി പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: റാണിയുടെ ജീവിതത്തിൽ IV ശശിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ശശിയുടെ ആദ്യകാല സിനിമാ ജീവിതത്തിലും റാണി സഹായിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് IV ശശിയുടെ ഉത്സവ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ റാണി പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ അവസാന ദിവസങ്ങളിലും ഈ ബന്ധത്തിന്റെ ഒരു ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞു പറയാം. കാരണം നമ്മൾ ആദ്യം പോകേണ്ടത് മറ്റൊരു സിനിമയിലേക്കാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.